സുഹൃത്തുക്കളെ, അപ്പോൾ ചാമ്പ്യൻസ് ലീഗ് മത്സരങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ അത്ലറ്റിക്കോ വേഴ്സസ് ബാഴ്സ മത്സരം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ PSG വേഴ്സസ് ലിവർപൂൾ മത്സരം. PSG വളരെ കംഫർട്ടബിൾ ആയിട്ട് 4-0 എന്നുള്ള മാർജിനിൽ സെമി ഫൈനലിലേക്ക് കയറിയിട്ടുണ്ട്. അതുപോലെ തന്നെ അത്ലറ്റിക്കോയും സെമി ഫൈനലിലേക്ക് കടന്നു. പക്ഷേ അത്ലറ്റിക്കോ വേഴ്സസ് ബാഴ്സ മാച്ച് എടുത്തു പറയേണ്ട ഒരു മാച്ച് തന്നെയായിരുന്നു. ഒരു നെയിൽ ബൈറ്റിംഗ് അല്ലെങ്കിൽ എഡ്ജ് ഓഫ് ദ സീറ്റ് മൊമെന്റ് ഉള്ള ഒരു മാച്ചസ് നടന്ന ഒരു ഗെയിമായിരുന്നു ഇന്നലെ നടന്നത്. നമ്മുടെ അഡ്രിലാനൊക്കെ പമ്പ് ചെയ്ത് വരും. കാരണം അത്രയും ടെൻസ്ഡ് ആയിട്ടുള്ള, അത്രയും അഗ്രസീവ് ആയിട്ടുള്ള കളിയായിരുന്നു രണ്ട് കൂട്ടരും കാണിച്ചിരുന്നത്. കാരണം രണ്ട് വ്യത്യസ്തമായ ടാക്ടിക്സിലുള്ള രണ്ട് കളികൾ. അതായിരുന്നു അത്ലറ്റിക്കോ വേഴ്സസ് ബാഴ്സ കളി. കാരണം പറയുകയാണെങ്കിൽ അത്ലറ്റിക്കോ കളിച്ച രീതി കൗണ്ടർ അറ്റാക്കിങ് കളിയായിരുന്നു. അവർ സാധാരണ സിമിയോണിയുടെ ടാക്ടിക്സിൽ പെട്ട കളി തന്നെയായിരുന്നു. തൻ്റെ ബോക്സിലേക്ക് എല്ലാ പ്ലേയേഴ്സിനെയും കൊണ്ടുവന്നിട്ട് ശേഷം ഒരു കൗണ്ടർ അറ്റാക്ക്. ആ സെയിം കൗണ്ടർ അറ്റാക്കിൻ്റെ രീതിയായിരുന്നു അത്ലറ്റിക്കോ ഇന്നലെ പ്രയോഗിച്ചത്. അങ്ങനത്തെ ഒരു 4-5 റണ്ണ് ചെയ്തിട്ടാണ് ഒരു ഗോൾ അവർ കണ്ടെത്തിയത്. ബാഴ്സ ഒരു വലിയ കംബാക്ക് പ്രതീക്ഷിച്ച് അത്ലറ്റിക്കോയെ വീഴ്ത്തി. അത്ലറ്റിക്കോ അവരെ ഗ്രൗണ്ടിൽ എന്താ പറയുക, അവരെ ഹോം ഗ്രൗണ്ടിൽ വീഴ്ത്തിയിട്ട് നെക്സ്റ്റ് ചാമ്പ്യൻസ് ലീഗിൻ്റെ നെക്സ്റ്റ് സ്റ്റേജിലേക്ക് കടക്കാൻ വേണ്ടിയിട്ടാണ് ബാഴ്സ വന്നത്. പക്ഷേ നിർഭാഗ്യവശാൽ ബാഴ്സനെ കൊണ്ട് അതിന് സാധിച്ചിട്ടില്ല. ഇനിയിപ്പോൾ എന്തായാലും ബാഴ്സയ്ക്ക് ലാലിഗയിൽ തന്നെ ഫോക്കസ് ചെയ്യാം. കാരണം ഇനി മാച്ചസ് ഒന്നും ബാക്കിയില്ല. ബാഴ്സ ചാമ്പ്യൻസ് ലീഗിൽ നിന്ന് പുറത്തായിട്ടുണ്ട്. മാച്ചിനെ പറ്റി പറയുകയാണെങ്കിൽ ലമിൻ യമാൽ 4ാമത്തെ മിനിറ്റിൽ തന്നെ ആദ്യ ഗോൾ കണ്ടെത്തി. ശേഷം 24ാമത്തെ മിനിറ്റിൽ അടുത്ത ഗോളും ബാഴ്സ കണ്ടെത്തിയിരുന്നു. ഫെറാൻ ടോറസിന്റെ വകയായിരുന്നു ആ ഗോള്. നല്ല ഒന്നാന്തരം ഗോളായിരുന്നു അതും. യമാലിന്റെ ആദ്യത്തെ ഗോൾ എന്ന് പറയുന്നത് വളരെ എന്താ പറയുക, അത്ലറ്റിക്കോനെ പ്രഷർ ചെയ്ത് യമാൽ ബോൾ വിൻ ചെയ്ത് നേടിയ ഒരു ഗോളായിരുന്നു അത്. രണ്ടാമത്തെ ഗോളും നല്ല ഒന്നാന്തരം ഗോൾ തന്നെയായിരുന്നു ഫെറാൻ ടോറസിന്റെ ഭാഗത്തു നിന്നുള്ളത്. അതുപോലെ തന്നെ ലുക്മാന്റെ ഗോൾ, അത്ലറ്റിക്കോയുടെ ഗോൾ, അതും എടുത്തു പറയേണ്ട ഒരു ഗോൾ തന്നെയായിരുന്നു. കാരണം നല്ലൊരു റണ്ണും ശേഷം നല്ലതായ ഒരു ക്രോസ് ഓവറൊക്കെ കൊടുത്ത് നല്ലതായ ഒരു ഫിനിഷിംഗ് ആയിരുന്നു അത്ലറ്റിക്കിന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നത്. അത്ലറ്റിക്കോ ഈ സെയിം രീതിയിൽ ഇതിന് മുമ്പും 3-4 തവണ റൺ ചെയ്തിരുന്നു. പക്ഷെ അവർക്ക് ഗോൾ നേടാൻ സാധിച്ചില്ല. അവസാനം 31ാമത്തെ മിനിറ്റിലാണ് ലുക്മാൻ ഗോൾ നേടിയത്. ബാഴ്സ ചത്ത് കളിക്കായിരുന്നു. കളിയുടെ ആരംഭത്തിൽ ഫസ്റ്റ് മൊമെന്റിൽ തന്നെ നമുക്ക് മനസ്സിലാവും ഒരു കളി സ്റ്റാർട്ടായ ഫസ്റ്റ് സെക്കൻഡിൽ നമുക്ക് മനസ്സിലായി എത്ര ടൈറ്റ് മാച്ചാണ് ബാഴ്സ അത്ലറ്റിക്കോ കൊടുക്കാൻ പോകുന്നത്. കാരണം രണ്ട് കൂട്ടരും എന്താ പറയുക, നല്ല ടൈറ്റ് മത്സരം. അതായത് അത്ലറ്റിക്കോ ഒരിക്കലും ഞങ്ങൾക്ക് 2 ഗോൾ ലീഡ് ഉണ്ട്, അപ്പോൾ അത് സേവ് ചെയ്യാം എന്നുള്ള രീതിയിൽ കളിച്ചിട്ടില്ല. അതുപോലെ തന്നെ ബാഴ്സ ഞങ്ങൾ 2 ഗോൾ പിന്നിലാണ്, എങ്ങനെയും ഗോൾ നേടണം, ഇവരെ ഒരു കംബാക്ക് നടത്തി തോൽപ്പിക്കണം എന്നുള്ള രീതിയാണ് ബാഴ്സയുടെ അറ്റാക്കിങ് ഉണ്ടായിരുന്നത്. രണ്ട് കൂട്ടരും ഒരു എന്താ പറയുക, ചാമ്പ്യൻസ് ലീഗിൽ യഥാർത്ഥം ചാമ്പ്യൻസ് ലീഗിൽ നമ്മൾ കുറേ കാലങ്ങൾക്ക് ശേഷം കണ്ട ഒരു നല്ല ടൈറ്റ് മാച്ചായിരുന്നു ഇന്നലത്തെ അത്ലറ്റിക്കോ വേഴ്സസ് ബാഴ്സ മാച്ച്. സെക്കൻഡ് ഹാഫിൽ ബാഴ്സയ്ക്ക് തങ്ങളെ ഒരു പ്ലെയറിനെ നഷ്ടമായിരുന്നു. റെഡ് കാർഡ് കാരണം എർഗാഷിയ സെൻഡ് ഓഫ് ആയി. പിന്നെ അവർ ഒരാൾ കുറവായിട്ടാണ് കളിച്ചത്. എന്നിരുന്നാൽ പോലും നല്ല മാച്ച് തന്നെയായിരുന്നു ഇന്നലെ നടന്നത്. വളരെയധികം എന്താ പറയുക, ഗോൾ സ്കോറിംഗ് മൊമെന്റ്സ് ഉണ്ടായിരുന്ന ഒരു ഗെയിമായിരുന്നു ഇന്നലെ. പക്ഷെ ആകെ ടോട്ടൽ 3 ഗോളാണ് ഇന്നലെ പിറന്നിട്ടുള്ളത്. പക്ഷെ രണ്ട് കൂട്ടരും കൂടിയിട്ട് അത്രയും അറ്റാക്കിങ് കാഴ്ചവെച്ചതുകൊണ്ട് കൂടി അത്രയധികം ഗോൾസിനുള്ള ഒരു സന്ദർഭങ്ങൾ നമുക്ക് കാണാൻ പറ്റിയിരുന്നു. പിന്നെ ഡിഫൻസീവ് പറയുകയാണെങ്കിൽ രണ്ട് കൂട്ടരും അത്ര മികച്ചതായ ഒരു ഡിഫൻസീവ് അല്ല കാണിച്ചിട്ടുള്ളത്. അത്ലറ്റിക്കോയുടെ ഡിഫൻസ് വെച്ചിട്ടുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ സിമിയോണി തങ്ങളുടെ അത്ലറ്റിക്കോയുടെ പ്ലേയിങ് സ്റ്റൈൽ, അതായത് എല്ലാ പ്ലേയേഴ്സിനെയും അവരുടെ ബോക്സിലേക്ക് എത്തിച്ച് ശേഷം ഒരു കൗണ്ടർ അറ്റാക്ക് എന്നുള്ള പ്ലേയിങ് സ്റ്റൈൽ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ആദ്യത്തെ 2 ഗോളും പിറന്നത്. എന്നിട്ട് കൗണ്ടർ റണ്ണിങ് നടത്താം. ഈ കൗണ്ടർ റണ്ണ് വഴി തന്നെയാണ് അവർ ഗോൾ നേടിയതെങ്കിലും കൂടി. പക്ഷേ ഈ കൗണ്ടർ റൺസ് റിപ്പീറ്റഡ് ആയിരുന്നു. ഇതിന് ഈ റിപ്പീറ്റഡ് റൺസിനെ ഡിഫെൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ബാഴ്സ വളരെ ഒരു മോശം ഡിഫൻസാണ് ഇന്നലെ കാണിച്ചിട്ടുള്ളത്. അതേപോലെ തന്നെയാണ് ഈ പ്ലേയിങ് സ്റ്റൈൽ കൊണ്ട് തന്നെ അത്ലറ്റിക്കോക്കും കുറേ ഡിഫൻസീവ് മിസ്റ്റേക്ക് സംഭവിച്ചിട്ടുണ്ട്, നമുക്കത് കാണാൻ പറ്റും. പക്ഷേ ഗോളിയുടെ നല്ല ഒരു എന്താ പറയുക, പ്രസൻസ് ഓഫ് മൈൻഡ് കൊണ്ട് കുറേ ഗോൾസ് സേവ് ആയിട്ടുണ്ട്. ബാഴ്സയുടെയും അത്ലറ്റിക്കിനും ഡിഫൻസിനെ പറ്റി പറയുകയാണെങ്കിൽ അത്രയും മികച്ച പെർഫോമൻസ് അല്ല ഡിഫൻസ് കാഴ്ചവെച്ചിട്ടുള്ളത്. പക്ഷേ അറ്റാക്കിങ് നമ്പർ 1 അറ്റാക്കിംഗ് ആണ് രണ്ട് കൂട്ടരും ചെയ്തിട്ടുള്ളത്. ബാഴ്സയുടെ അറ്റാക്കിംഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എടുത്ത് പറയേണ്ടത് തന്നെയാണ്. വളരെയധികം ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അവർക്ക് എന്താ പറയുക, ആ ആവശ്യമായ ഗോളുകൾ കണ്ടെത്താൻ സാധിച്ചില്ല എന്നുള്ളത് വാസ്തവമാണ്.